എത്ര കഠിനമായ വെയിൽ കൊണ്ടിട്ട് നമുക്ക് മുഖം കരിവാളിപ്പുണ്ട് സൺ ടാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് പൈസ അധികം ചിലവാക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിപ്പോൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്കിതൊരു സ്ക്രബായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ് ആക്കാൻ, സ്കിന്നിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഈ ഒരു പാക്ക് മാത്രം മതിയാവും. സോ ഇതെങ്ങനെയാണ് ചെയ്യണം എന്നറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. കാര്യം ഇതിൽ നമ്മൾ കുറേ ടിപ്സൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം തന്നെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. സോ ഫുള്ളായിട്ടും വീഡിയോ കാണുക. നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ ബെസ്റ്റാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇനി ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് സൺ ടാനും ഡെഡ് സെൽസും ഉണ്ടെങ്കിലും സാധാരണ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് സ്കിൻ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ പൊടിപടലങ്ങളും മേക്കപ്പും ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അരിപ്പൊടി സ്കിന്നിൽ ചുളിവുകൾ ഉണ്ടാകുന്നതൊക്കെ കുറയ്ക്കാനും ആൻറ്റി ഏജിങ്ങിനും വളരെ നല്ലതാണ്. ഇത് റെഗുലർ ബേസിൽ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ആൻറ്റി ഏജിങ് എഫക്റ്റൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ കോഫി പൗഡറാണ്. കോഫി പൗഡർ യൂസ് ചെയ്യുന്നത് നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാനും ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിവേഗത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെസ്കഫേയുടെ ആണ് എടുത്തിട്ടുള്ളത്. ഇത്തവണ സാധാരണ ബ്രൂ ആണെങ്കിലും ഇത്തവണ നെസ്കഫയാണ് കിട്ടിയിട്ടുള്ളത്. സോ ഞാനിവിടെ അത് പൊട്ടിച്ചിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ പാക്കറ്റ് മൊത്തം നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഫുൾ ബോഡി സ്ക്രബൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ബോഡി സ്ക്രബ് ആകുമ്പോൾ കുറേ പ്രിപ്പയർ ചെയ്യില്ല, കൂടുതൽ ക്വാണ്ടിറ്റിയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് അത്രയും ആവശ്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വളരെ കുറച്ചെടുത്താൽ മതി. ഇനി അടുത്ത നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഇത് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ മാത്രമല്ല ഏതൊരു മഞ്ഞളും യൂസ് ചെയ്യാം. മഞ്ഞൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫീഡ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ടിൻറ്റൊക്കെ തരാനും ഹെൽപ്പ് ചെയ്യും. ചില സമയത്ത് ആ ഒരു യെല്ലോ ടിൻറ്റ് നമുക്കൊരു നല്ലൊരു ഗ്ലോ പോലെ തോന്നാറുണ്ട്. ഒരുപാടല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചെറിയ ലൈറ്റായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ആ കൂടെ ഒരിച്ചിരി മാത്രം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഖത്ത് യൂസ് ചെയ്യുന്ന ഏത് കൈൻഡ് ഓഫ് മഞ്ഞളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ സേഫായിട്ട് എപ്പോഴും എടുക്കാറ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് ഏത് മഞ്ഞളാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ പാല് ചേർത്താണ് ഇത് മിക്സ് ആക്കുന്നത്. പാല് അല്ലെങ്കിൽ തൈര് നമുക്ക് യൂസ് ചെയ്യാം. പാലിലും തൈരിലും സ്കിന്ന് മോയ്സ്ചറൈസ് ആക്കാനുള്ള ഒരു പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്കിൻ ഡ്രൈ ആയി പോകും എന്നുള്ള ഒരു പേടി ഉണ്ടാവില്ല. സ്കിന്ന് ഡ്രൈ ആയാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളിതുപോലെ ഡ്രൈയിങ് ആയിട്ടുള്ള പാക്ക് ഇടുക, അല്ലെങ്കിൽ സ്കിൻ എപ്പോഴും ഡ്രൈ ആയിരിക്കുക എന്നാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിങ്കിൾസ് വരും. സ്കിൻ എപ്പോഴും ഡള്ളായിട്ട് ഫീലാകും. അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഇതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ പറഞ്ഞ 4 ഇൻഗ്രീഡിയൻസും കംപ്ലീറ്റ്ലി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എടുക്കുക. ഇനി ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് സെറ്റ് ആവില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ നിങ്ങൾക്ക് സെറ്റ് ആവുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്താൽ മതി. സോ നമ്മൾ ഈ ഒരു പാക്ക് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഞാനിവിടെ മിക്സ് ചെയ്യുമ്പം നമ്മുടെ കോഫി പൗഡർ ചെറിയ ചെറിയ കട്ടകളായിട്ട് കിടക്കുന്നത് അലിയിച്ച് കൊടുക്കുന്ന രീതിക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പാക്കിന് അത്രയും ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ ഒരു പാക്ക് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. സോ നമുക്ക് സ്കിന്നിന് അധികം ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ അരിപ്പൊടിയുടെ ഗുണങ്ങളും കോഫിയുടെ ഗുണങ്ങളും ഒക്കെ തന്നെ മിക്സായിട്ട് നല്ലൊരു പാക്കായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വർക്ക് ആവും. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ആകെ കൂടെ നമ്മൾ ഫേസിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ മാത്രമേ വെച്ചിരിക്കുകയുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് വാഷ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് മുഖമൊക്കെ കഴുകി അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നേരത്തെ പറഞ്ഞതുപോലെ സ്കിൻ ഓൾറെഡി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് സ്കിന്നൊന്ന് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നിലോട്ട് വീണ്ടും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് ശരിയല്ല. സോ ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് സ്കിന്നിലോട്ട് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പാക്ക് ഡ്രൈ ആയി പോകും. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും.
ഓക്കെ, ഇപ്പോൾ ഞാനൊന്ന് റോസ് വാട്ടർ വെച്ച് നനച്ചു കൊടുത്തു. നിങ്ങൾക്ക് സാധാരണ പച്ചവെള്ളം വെച്ച് നനച്ചു കൊടുക്കാം. എടുക്കാൻ എളുപ്പത്തിനാണ് ഞാനിപ്പോൾ റോസ് വാട്ടർ യൂസ് ചെയ്തത്. സോ നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവനായിട്ടൊരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. തിക്കായിട്ട് വേണമെന്നില്ല, എന്നാൽ വളരെ തിന്നായിട്ട് പോകരുത്. ഒരു മീഡിയം റേഞ്ചിൽ തിക്കായാലും കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് തിന്നായിട്ട് പോകരുത്. അത് പെട്ടെന്ന് സ്കിന്നിൽ നമ്മുടെ പാക്ക് ഡ്രൈ ആയി പോകാനും സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷൻ വലിച്ചെടുക്കാനും പിന്നെ സ്കിന്ന് വീണ്ടും ഡ്രൈ ആയി പോകും. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ട് അത്യാവശ്യം തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമുക്കത് നന്നായിട്ട് വർക്ക് ആവുന്നത്, നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നെസ് സ്കിന്നിന് കിട്ടുന്നത്. അപ്പം ഞാനിവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനും അപ്ലൈ ചെയ്ത് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണേ, കയ്യിലും കാലിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സ്കിന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്നതിന് മാത്രമല്ല, നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നിങ്ങളിത് റെഗുലറായിട്ട് യൂസ് ചെയ്യണം. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരു 4 ദിവസം വെച്ച് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ കുറച്ച് നാൾ നമുക്കിപ്പോൾ നന്നായിട്ട് സൺ ടാൻ ഉണ്ട്, സ്കിന്നൊന്ന് ഡള്ളായിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച 4 ദിവസം വെച്ചിട്ട് കൊടുക്കുക. ആഴ്ചയിൽ 4 ദിവസം വെച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 or 2 ദിവസമാക്കി ചുരുക്കാം. അങ്ങനെ, പക്ഷെ നിങ്ങളിതൊരിക്കലും നിർത്തിക്കളയരുത്. വീണ്ടും വീണ്ടും നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്കിന്ന് ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുന്നത്. സോ നന്നായിട്ട് കെയർ കൊടുക്കുക. അപ്പോൾ സ്കിന്നും നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇപ്പോൾ ഞാനൊരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിന്നിൽ കണ്ടു ഇതുപോലെ ഡ്രൈനെസ് വന്നിട്ടുണ്ട്. ഡ്രൈനെസ് ഇൻ ദ സെൻസ് നമ്മുടെ പാക്ക് ഡ്രൈ ആയതാണ്. അപ്പോൾ ഞാനൊന്ന് കുതിർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ തന്നെ നമ്മൾ വാഷ് ചെയ്താൽ ശരിയാവത്തില്ല. അതുകൊണ്ട് വെള്ളം തളിച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ റോസ് വാട്ടറാണ് എടുക്കുന്നത്. നിങ്ങളതൊന്നും കാര്യമാക്കേണ്ട. ഞാനിവിടെ ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് വെള്ളം യൂസ് ചെയ്യാത്തത്. എല്ലായിടത്തും ആകും. നമുക്ക് വാഷ് ബേസിനിലോ പുറത്ത് നിന്നിട്ട് വെള്ളം തളിച്ച് കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാം. സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് ഒരു മസാജ് കൊടുക്കുക. ഇത് നമുക്ക് ഡെഡ് സെൽസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ ആഴ്ചയിൽ 4 ദിവസം ഇടണം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സമയത്ത് നിങ്ങളിങ്ങനെ എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം അത് മാത്രം മതി ഈ ഒരു സ്ക്രബിങ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ ദിവസവും ചെയ്താൽ അത് സ്കിന്നിന് അത്ര നല്ലതാവില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 തവണ, മാക്സിമം 2 or 3 തവണ അത്രയും മതി. സോ എല്ലാ ദിവസവും നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. 4 ദിവസം അപ്ലൈ ചെയ്ത് 4 ദിവസം സ്ക്രബ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് അപ്പം തന്നെ വാഷ് ചെയ്തങ്ങ് കളയുക, അത്രയും മതി. നന്നായിട്ട് വെള്ളം തളിച്ചു കൊടുത്താൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. നിങ്ങൾക്കിപ്പോൾ മാറ്റം കണ്ടില്ലേ? എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിളക്കമാണ് സ്കിന്നിന് കിട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല, തൊട്ട് നോക്കുമ്പോൾ തന്നെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ആ സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോയും ഒക്കെ കൂടെ ചേരുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കിന്നായിട്ട് തോന്നും. പിന്നെ നിങ്ങൾ ഇത് ഒരു ദിവസം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിർത്തിക്കളയരുത്. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറും അതുപോലെ തന്നെ നമ്മുടെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിന് എത്രമാത്രം പ്രോബ്ലം ഉണ്ട്, എത്ര നമ്മൾ കെയർ ചെയ്യാതെയാണ് കൊണ്ടു നടക്കണം എന്നൊക്കെ, അതിനനുസരിച്ച് നമുക്ക് മേ ബി 1-2 തവണ കഴിയുമ്പോഴായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല അടിപൊളി റിസൾട്ട് അറിയാൻ പറ്റും. അത് ഫോർ ഷുവർ ആണ്, തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ഞാൻ റോസ് വാട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാര്യം നമ്മുടെ ഈ ഒരു ടോണറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത റോസ് വാട്ടർ അതൊന്ന് പിടിക്കണം. അത് ഫുൾ വെള്ളം പോലെ ഇരിക്കുന്ന സമയത്തല്ല, ഒന്ന് സെമി ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊന്നല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. നല്ല ഒരു സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്താൽ മതി. കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ ടോണറും അതുപോലെ മോയ്സ്ചറൈസറും ഒക്കെ തന്നെ നമ്മൾ കഴുത്തിലും മുഖത്തും ചേർത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഒരു 1 month ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്ക് ഒരു 1 month കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡ്രാസ്റ്റിക് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ട് ഉറപ്പായും ലഭിക്കുന്ന ഒരു ഫേസ് പാക്ക്. എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം കൊണ്ടല്ല, ഇതുകൊണ്ടും അതും വർക്കാകും, ഇല്ലെന്നല്ല, വർക്കാകും. പക്ഷേ ഇതും നമുക്ക് നന്നായിട്ട് റിസൾട്ട് തരുന്നതാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാം. പിന്നെ ഇത് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക, അത്രയേ ഉള്ളൂ. ഒരു 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ചെയ്ത് നോക്കാം. അതിപ്പം എത്ര ഏജ് ആയാലും കുഴപ്പമില്ല കേട്ടോ. പ്രായം എത്രയായാലും ഒരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. ബൈ.